1200 ആണ്ട് മനോഹരമായൊരു വർഷം. ഈ വർഷത്തിൽ വ്യാഴഗ്രഹം, ശനിഗ്രഹം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ്. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ ചാരവശാൽ നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വർഷഫലത്തിൽ ആദ്യം മേടം രാശി. മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷത്തിൽ സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായി ഏത് രീതിയിലായാലും ശരി സാമ്പത്തികമായൊരു ഉയർച്ച കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ലൊരു ഉയർച്ചയെല്ലാം ഈ ഒരു വർഷത്ത് കാണുന്നുണ്ട്. സാമ്പത്തികമായി നല്ലൊരു നേട്ടം ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. എന്നാൽ സംസാരത്തിലൂടെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരത്തിലൂടെ എല്ലാം നല്ല രീതിയിൽ ആ ബിസിനസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാനും ലാഭങ്ങൾ നേടുവാനും കഴിയും. ജോലി ചെയ്യുന്ന വ്യക്തികൾ, പ്രൈവറ്റ് മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ കഴിവ് മുഖാന്തരമൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം. കുടുംബ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി വളരെ താമസമായിരുന്നതോ ഇതെല്ലാം നിങ്ങൾ തന്നെ എത്തിച്ചേരും. കൂടാതെ നിങ്ങൾക്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വസ്തു, വീട് ഇതെല്ലാം വാങ്ങുവാനും എല്ലാം അനുയോജ്യമായ ഒരു വർഷം തന്നെ, ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം ഭാഗ്യങ്ങൾ വന്നു ചേർന്നാലും ആരോഗ്യപരമായ കാര്യത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കൂടാതെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മോശ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് അവിടെ ഒരു അപമാനം ഏൽക്കുവാനോ ജോലി സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്നു. സാമ്പത്തികമായി ഉറച്ചു വരുന്നു, അതിനോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ ജോലി സംബന്ധമായ ശരി ബിസിനസ് സംബന്ധമായാലും നമുക്കൊരു മാനഹാനി ഉണ്ടാകുക അല്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തിയില്ലാത്തൊരവസ്ഥ ഇതൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ സന്തോഷകരമായിരിക്കുമ്പോഴായിരിക്കും വളരെ ദുഃഖകരമായ വാർത്തകൾ നിങ്ങൾ കേൾക്കുകയും മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടുവാനും എല്ലാം സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ധൂർത്തുകൾ അതിനേക്കാളും കൂടുതലുണ്ടാകും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക, ആവശ്യമില്ലാത്ത സാമ്പത്തികം ചിലവാക്കിക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ചിലവ് കൂടുതൽ, മറ്റ് കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നെഗറ്റീവായി വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശത്രുക്കൾ നിങ്ങളെ അതിജീവിക്കുവാൻ സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാർ ശത്രുക്കളായി വരികയും അവരുടെ ആ ഒരു ചതിവിലെല്ലാം പോയി അകപ്പെടുകയും അതിൽ മനോവിഷമം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. അതും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പ്രശ്നത്തിലാകുകയും അവരത് പബ്ലിസിറ്റി ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ മുഖാന്തരം പേരുദോഷങ്ങൾ കേൾക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. ക്ഷമയോടുകൂടി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുക. നിങ്ങൾ എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടത്തിൽ പോയി പെടുവാനെല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപകട സാധ്യതയെല്ലാം ചെന്ന നേരത്തെ ആദ്യമേ പറഞ്ഞു തന്നെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. വാഹനം ഓടിക്കുന്നവർ, വീട്ടിൽ നിന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറുന്നവർ, അതുമാത്രമല്ല ഈ ചെറിയ നിത്യവും ജോലി ചെയ്യുന്ന ഈ കെട്ടിട തൊഴിലാളികൾ പോലുള്ള ആൾക്കാർ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. സാമ്പത്തിക നേട്ടം ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൂടുതലായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മാറുന്നതിന് ശിവക്ഷേത്രത്തിൽ ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ദിവസം മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനം നടത്തുക. ജലധാരയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുകയോ ഭഗവാന് നമ്മുടെ ഈ നാൾ വരുന്ന ദിവസങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കുകയോ ആത്മാർത്ഥമായി ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയോ എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ഈ ഒരു വർഷകാലഘട്ടം തടസ്സങ്ങളൊന്നും കൂടാതെ സന്തോഷകരമായി മാനസികപരമായി നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വർഷഫലത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക, രോഹിണി, മകയിരം
ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇവർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങളായിരുന്നു, കാര്യം നടക്കുന്നില്ല, പല പല ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ. എന്നാൽ അതിൽ നിന്നുമെല്ലാം മാറി ഈ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും അത് വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാഭ്യാസപരമായി അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറി വിജയത്തിലെത്തുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ വന്നു ചേരുവാനായി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത്, അതിപ്പോൾ ഏത് മേഖലയായാലും ശരി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ശരി, ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലായാലും ശരി, വിദ്യാർത്ഥികൾ പഠിക്കുന്നിടത്താണെങ്കിലും ശരി, സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു മേഖല, അതായത് വീട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ മന്ദഗതിയിൽ അലസമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാം ഒരു അടുക്കും ചിട്ടയുമായിട്ട് നല്ല സ്മാർട്ടായി ഈ ഒരു വർഷക്കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് കടബാധ്യതകൾ കുറയുവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല കടബാധ്യത ഉണ്ടായിരുന്നു, തീർക്കാൻ പറ്റിയില്ല. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സാമ്പത്തികമായി കടങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരുന്നു, ലോണുകൾ എടുത്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലഘട്ടം കൊണ്ട് അതെല്ലാം തിരിച്ച് അടച്ച് തീർക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. എന്നാൽ ഈ യാത്രകളിലൂടെ നിങ്ങൾക്ക് ഒരു ദോഷങ്ങൾ വരും, അതായത് ഒരു ഉയർച്ച ഉണ്ടാകില്ല. ആ യാത്രകൾ ചെയ്യുന്ന മുഖാന്തരം നഷ്ടങ്ങൾ വരിക, സമയനഷ്ടം, ധനനഷ്ടം, മാനഹാനി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. അതിൻ്റെ തടസ്സങ്ങൾ, അതായത് ആ കാര്യം നടക്കാതെ ഇരിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ശാരീരികപരമായിട്ടുള്ള ക്ലേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശംസയൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകാരം കിട്ടും. അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെയും ഒരു ബഹുമാനമില്ലാതെയെല്ലാമാണ് സ്റ്റാഫുകളോടോ അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്ന് ജീവിതത്തിൽ വരികയും അവർ മുഖാന്തരം ഗുണങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതായത് വളരെ അംഗീകാരങ്ങളും അല്ലെങ്കിൽ പ്രശസ്തിയും കഴിവുകളും ഉള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുകയും അവർ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, ഈ ഒരു വർഷം ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ദീർഘകാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വർഷം നടപ്പിലാക്കുവാൻ, അതിൻ്റെ തുടക്കം കുറിക്കുവാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു വീട് വയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ടാകും, വിവാഹത്തിന് സാധ്യതയുണ്ട്, ബിസിനസ്സിന് സാധ്യതയുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകൾ പഠിക്കുവാൻ സാധിക്കും, ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, അതിന് തുടക്കം കുറിക്കുവാൻ ഈ ഒരു വർഷം സാധിക്കുക തന്നെ ചെയ്യും. വ്യാപാരി വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സന്താനങ്ങളുടെ ഒരു മോശം പ്രവൃത്തി കാരണം ചെറിയ മനോദുഃഖം ഉണ്ടാകാൻ ഈ ഒരു വർഷം സാധ്യതയുണ്ട്. മാനസികപരമായ ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ട്. അവർക്ക് വിവാഹം നടക്കുന്നില്ല, ജോലി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൃത്യമായ രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറുകൾ മാറിപ്പോകുന്നു, നമ്മളുടെ ഇഷ്ടത്തിന് വിപരീതമായി അവർ നടക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലഘട്ടം കാണുന്നുണ്ട്. നിങ്ങളുടെ ആഡംബരമായിട്ടുള്ള ജീവിതം, അതായത് ജീവിതത്തിലുണ്ടാകുന്ന അനാവശ്യ ചിലവുകൾ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ എഗ്രിമെൻറ്റ് പോലത്തെ കാര്യങ്ങൾ വയ്ക്കുമ്പോഴേക്കും നിങ്ങൾ അതിനൊരു കൂടുതൽ സമയം കൂട്ടി വയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുവാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടൊരു വിശ്വാസം നമ്മൾ വന്നതിന് ശേഷം അതിനൊരു ഉറപ്പ് പറയുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഇതെല്ലാം മാറി വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് വഴിപാടുകൾ നടത്തുക. ഇങ്ങനെ ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി, പാൽപ്പായസ വഴിപാട്, നെയ്വിളക്ക് ഇതെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോയാൽ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെല്ലാം മാറ്റം വരികയും നമുക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ അത് ഇരട്ടിയായി നമ്മളിൽ എത്തിച്ചേരുകയും ചെയ്യും. വർഷഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്.
ചിലവുകൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരിക്കും. വരുമാനം വരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിൽ തികയാതെ കടങ്ങൾ വാങ്ങിക്കുവാനും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം ചിലവാക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ പ്ലാനിങ്ങോടുകൂടി സാമ്പത്തിക ചിലവിൻ്റെ കാര്യത്തിൽ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ചെറിയ ചെറിയ പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഇതെല്ലാം ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി ജയിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇറങ്ങുക, പ്രവർത്തിക്കുക. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുകളെല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുക. അപ്രതീക്ഷിതമായ ചിലവുകൾ വരുന്നത് മൂലം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും. വരുമാനം വരുന്നു, അതിനോടൊപ്പം തന്നെ ചിലവും വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു വർഷകാലം. സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പലതരം ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ജോലികൾ, ഇങ്ങനെ പല പല മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ സഹായം എപ്പോഴും ഉണ്ടാകും. കുടുംബത്തിനുള്ളിൽ നേരത്തെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതിൻ്റെ ഒരു സന്തോഷം കുടുംബജീവിതത്തിൽ കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വിവാഹ യോഗം ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. അതിനുള്ള അതായത് നേരത്തെ മുൻകാലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നടന്നില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നുകൊണ്ട് ഇരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. അതിലെല്ലാം ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ, വിവാഹാലോചന എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹാലോചന എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും അത് വിവാഹം കഴിക്കുവാൻ തന്നെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. മറ്റുള്ളവരുടെ ഒരു പ്രേരണ മൂലം പല പല കാര്യങ്ങളിൽ പോയി ഇറങ്ങുകയും എന്നാൽ അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്തുവാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒന്നിനും ചെയ്യാതെ മാറി നിൽക്കുകയായിരിക്കും. മറ്റൊരാൾ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു, എന്നാൽ അത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുകയും അവിടെ വിജയം ഉണ്ടാകുകയും ധനലാഭം ഉണ്ടാകുകയും അഭിമാനം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്നൊരു സമയം തന്നെയായിരിക്കും. വാക്കുകൾ വളരെയധികം നിയന്ത്രണം പാലിക്കുക. ആവശ്യമില്ലാത്തടുത്ത് അനാവശ്യമായി സംസാരിക്കാൻ പോകാതിരിക്കുക. സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിടിവാശി, മുൻകോപം ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്കൊരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം പെട്ടെന്നുണ്ടാകുന്നു, അത് മറ്റുള്ളവരെ കാണിക്കുന്നു. അത് നമുക്ക് ജീവിതത്തിൽ അത് പല ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയെല്ലാം ഈ ഒരു വർഷം കാണുന്നുണ്ട്. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തി നിങ്ങൾക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തികളുമായി ഇടപെടാതിരിക്കുക, ആ വ്യക്തിയുമായി കോൺടാക്റ്റ് വയ്ക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ അതൊരു പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. പുതുതായിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിച്ചാലും നിങ്ങളുടെ ഗുരുജനങ്ങളോടോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോടോ അതുമല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അനുഭവയോഗ്യമുള്ള, അതായത് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള പല വ്യക്തികളും കാണും. അവരോടെല്ലാം അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പ്രവർത്തിക്കുക. എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു വിജയം അതിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വസ്തു സംബന്ധമായ കാര്യങ്ങൾ പലരോടും അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. യന്ത്രങ്ങൾ, അതായത് ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപകട സാധ്യത, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് അസുഖങ്ങളല്ല, അല്ലാത്ത രീതിയിൽ ഈ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം ചെറിയ രീതിയിലുള്ള അപകട സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ ഗണപതി ഭഗവാന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക, ഗണപതി ഹോമം കഴിപ്പിക്കുക, ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വർഷഫലത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ധനലാഭം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കൂടാതെ ആ കിട്ടുന്ന ധനം നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യുവാൻ സാധിക്കും. അതിനൊരു സാമ്പത്തിക ഭദ്രത ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ജോലിയിൽ ആത്മാർത്ഥമായി ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർ വളരെ താല്പര്യത്തോടുകൂടി നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കും. ജോലി ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് പുതിയ ജോലികൾ കിട്ടുവാൻ സാധിക്കും. നിത്യവും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത്
ഈ ഒരു ധനപരമായ നേട്ടം നിങ്ങളെ തേടി എത്തുന്നതിനൊപ്പം തന്നെ ശത്രുക്കൾ നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വളർച്ചയിലും എല്ലാം അസൂയപ്പെടുകയും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനും എല്ലാം കരുതിക്കൂട്ടിയിരിക്കുന്ന ഒരു സമയമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഊഹക്കച്ചവടത്തിൽ നല്ലൊരു വിജയം കാണുന്ന ഒരു സമയം തന്നെയാണ്. ഊഹക്കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ ആത്മാർത്ഥമായ രീതിയിൽ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു തടസ്സം വന്നു പോകുന്നു എന്നുണ്ടെങ്കിലും ദൈവാനുഗ്രഹം നല്ല രീതിയിൽ നിങ്ങൾക്കുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം പല മേഖലകളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. മംഗളകർമ്മങ്ങൾ നടത്തുവാനും അതിന് നേതൃത്വം നൽകുവാനും എല്ലാം ഈ ഒരു വർഷം സാധിക്കും. കുടുംബത്തിനകത്ത് നടക്കുന്ന മംഗളകർമ്മങ്ങൾക്കെല്ലാം നിങ്ങളായിരിക്കും മുന്നിൽ നിന്ന് നടത്തി കൊടുക്കുകയും സാമ്പത്തികമെല്ലാം മുടക്കേണ്ടി വരികയും അങ്ങനെയുള്ളൊരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും അതുമൂലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ചെറിയ കുഴപ്പമുണ്ടാകാൻ സാധ്യത, ഉഴപ്പുകയും അത് മുഖാന്തരം പഠനത്തിൽ പുറകിലോട്ട് പോകുകയും അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പഠനപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരുവാൻ സാധ്യതയുണ്ട്. വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു വർഷത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുന്നതായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ രക്ഷകർത്താക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും ചെറിയ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് പേരുദോഷം കേൾക്കുവാനും നിങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ ആത്മാർത്ഥമായ കാര്യങ്ങൾക്ക് അപവാദങ്ങൾ പറയുവാനും അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംസാരിക്കുവാനും ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. വളരെ സൂക്ഷിക്കുക. ശത്രുക്കൾ കൂടുതലായുള്ള ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ഒപ്പം തന്നെ ശത്രുക്കൾ കൂടെ തന്നെ ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിദേശത്ത് പോയി വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടും വിദേശത്ത് പോവുകയും അവിടെ നിന്നിട്ട് വരുവാനെല്ലാം ആഗ്രഹിക്കുന്നവർ സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് ഏത് മേഖലയിൽ കൈവച്ചാലും ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കും. അതിനോടൊപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായാലും ധനപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ആരോഗ്യകാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വരുവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതായത് ദൂരയാത്രകളൊക്കെ വളരെ ദൂരയാത്രകളൊക്കെ പോകുമ്പോഴേക്കും വളരെ ശ്രദ്ധയോടുകൂടി പോവുക. വാഹന സംബന്ധമായ ചെറിയ അപകടങ്ങളെല്ലാം ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, മുരുകസ്വാമിയെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ അഭിഷേകങ്ങൾക്ക് കൊടുക്കുക, പുഷ്പാഞ്ജലി നടത്തുക, വഴിപാടുകൾ അർപ്പിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുകയും നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വർഷഫലത്തിൽ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ബിസിനസ്സിൽ നേട്ടമുണ്ടാകുക, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത, ഇങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ കുറച്ചും കൂടി വിപുലീകരിക്കുവാൻ സാധിക്കും. അതിൽ ധനലാഭം ഉണ്ടാകുവാൻ സാധിക്കും. അതായത് ബിസിനസ്സിൻ്റെ ഐഡിയ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾക്ക് അതിനൊരു തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ജോലിയില്ലാതെ നടന്ന പല വ്യക്തികൾക്കും ജോലികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് മേഖലയിലെല്ലാം ജോലി ശ്രമിക്കുന്ന വ്യക്തികൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇരട്ടിയോളം വരുമാനവുമായി മറ്റൊരു കമ്പനിയിലോട്ട് ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ ജോലിക്ക് കയറുവാൻ എല്ലാം സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പലതരം നേട്ടങ്ങളും ഈ ഒരു വർഷം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരു മാറ്റം കാണുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ വിദ്യാർത്ഥികളായാലും ശരി, അച്ഛനമ്മയും പറയുന്നത് കേൾക്കുക. കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവർ അവർ തമ്മിൽ നല്ല രീതിയിൽ സന്തോഷത്തോടെ സംസാരത്തിലൂടെ കൂടി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ധന ഇടപാടുകൾ നല്ല ജാഗ്രത വേണം. പറ്റിക്കപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് ഈ ഒരു വർഷത്തിൽ. ആർക്ക് സാമ്പത്തികം കൊടുത്താലും നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക.
കൂടാതെ ഈ ഒരാളിന് വേണ്ടി ഈ ജാമ്യം നിൽക്കുക, മധ്യസ്ഥ പറയുക, പിന്നെ ഈ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ കയറി സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പ്രവൃത്തി മൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. ആലോചിക്കാതെ ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. നല്ല രീതിയിൽ ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കുക. അനാവശ്യമായിട്ട് നിങ്ങളുടെ അല്ലാത്ത മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അതുതന്നെയാണ് വളരെ സൂക്ഷിച്ച് വേണം മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയെല്ലാം കാണുന്ന നല്ലൊരു വർഷം തന്നെയാണ്. പുതിയ സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിരിക്കും. അതിനുവേണ്ടി ധനം ചിലവാക്കുന്നു, ദൂര യാത്രകൾ പോകുന്നു, തീർത്ഥയാത്രകൾ പോലുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു, അതിനുവേണ്ടി ധനം ചിലവാക്കുന്നു. അതിലൂടെ നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഈ ഒരു കാലഘട്ടത്തുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം, ജോലിയിലെല്ലാം ഉന്നതി ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നമുക്കൊരു കാര്യം പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വർഷമായിരിക്കും. അപകടത്തിൽ നിന്നെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടും. അതുകൊണ്ട് ആത്മാർത്ഥമായ രീതിയിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഈ ഒരു വർഷക്കാലഘട്ടം അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് നീരാഞ്ജനം നടത്തുക, നെയ്വിളക്ക് നടത്തുക, നെയ്യഭിഷേകം നടത്തുക, പായസ വഴിപാട്, കടും പായസം, അരവണ പായസം, എള്ള് പായസം, ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാരുടെ വർഷഫലം എങ്ങനെയാണെന്ന് നോക്കാം. ഈശ്വര അനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള നേട്ടങ്ങളും അംഗീകാരങ്ങളും ഭാഗ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നത്. ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഈ ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ സംരക്ഷിച്ച് വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും. സന്താനങ്ങളെ നന്നായി നിരീക്ഷിക്കണം. അവർ മുഖാന്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഒരു കണ്ണുണ്ടാകേണ്ടത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് നല്ല സമയം തന്നെയാണ്. അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹം നടക്കാതെ തടസ്സപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാറ്റമെല്ലാം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത നല്ലൊരു കൂടുതലായി കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു ഇത് തന്നെ, അതായത് കുടുംബജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനെ വലുതാക്കി ചിത്രീകരിച്ച് പ്രശ്നങ്ങളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിച്ച് എല്ലാ കാര്യവും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ ഒരു വർഷക്കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അകന്നു നിന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമെല്ലാം അഭിനയിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ വരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, വളരെ സൂക്ഷിച്ച് വേണം അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും അവരുമായി സൗഹൃദത്തിലോട്ട് വീണ്ടും ഇടപെടുകയും ചെയ്യുന്നത്. പ്രണയത്തിൽ ചതി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങളെ പറ്റിക്കപ്പെടുവാനും നിങ്ങൾ ചതിയിലകപ്പെടുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അങ്ങനെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞ യുവതികൾക്ക് അപ്രതീക്ഷിതമായ പുതിയ ജീവിത പങ്കാളി, അതായത് നിങ്ങൾ ഒരു വിവാഹം കഴിച്ചു, അതെന്തെങ്കിലും ബുദ്ധിമുട്ടായി പിരിഞ്ഞ് താമസിക്കുകയാണ്, അല്ലെങ്കിൽ ഡൈവേഴ്സൊക്കെ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ, അതായത് ഇപ്പോൾ സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി ഈ രാശിയിൽപ്പെട്ടവർക്ക് അങ്ങനെ ഒരു വിവാഹ യോഗമെല്ലാം കാണുന്ന, അല്ലെങ്കിൽ അതിലോട്ട് പോകാനുള്ളൊരു സാധ്യതയെല്ലാം കാണുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അങ്ങനെയുള്ളൊരു നല്ലൊരു ജീവിതം ലഭിക്കുവാൻ ഈ ഒരു വർഷം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ നല്ലൊരു നേട്ടമെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നുള്ളൊരു സാമ്പത്തിക സഹായം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോൾ പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി അവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു സഹായം ഈ ഒരു വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വിദേശ യാത്രാ യോഗം കാണുന്നുണ്ട്. നിങ്ങൾ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോകുവാനും സമ്പാദിക്കുവാനും അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നടത്തുവാനും വിജയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ
ഭദ്രകാളി ദേവിയോ അല്ലെങ്കിൽ ദുർഗാദേവിയോ ചാമുണ്ടീശ്വരി, അതായത് രൗദ്രദേവതകളായ ദേവിമാരെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി ജീവിതത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. വർഷഫലത്തിൽ തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലിറങ്ങിയാലും തടസ്സങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാര്യതടസ്സം ഈ ഒരു വർഷം കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് കാര്യത്തിലിറങ്ങിയാലും വളരെ നല്ല രീതിയിൽ ആലോചിക്കുക. അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ആ കാര്യത്തിൽ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ നേരിടാം, അല്ലെങ്കിൽ ആ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇറങ്ങാൻ. നമ്മൾ വിജയിക്കും എന്ന് കരുതി അവസാനം വരെ കാത്തിരിക്കുമ്പോൾ നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാകുന്നത്. അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷം തന്നെയാണ്. കൂടാതെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടെ ഇരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷകാലഘട്ടത്തിൽ ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, ആരോഗ്യ കാര്യങ്ങൾ നല്ല രീതിയിലൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് നല്ലതാണ്. കുടുംബത്തിനുള്ളിൽ സ്വസ്ഥത വീണ്ടെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, ഒരു സന്തോഷമില്ലാത്ത രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുന്ന ഒരു അവസരം ഈ ഒരു വർഷം കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുക, അല്ലെങ്കിൽ അതിൽ ധനലാഭം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, അംഗീകാരം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും. ബുദ്ധിപരമായ നീക്കത്തിലൂടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കി ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷക്കാലഘട്ടം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ചെറിയ കളവുകൾ നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. കള്ളന്മാരുടെ ശല്യം നിങ്ങൾക്ക് ഈ ഒരു വർഷം മൊത്തം കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഈ ഒരു വർഷത്ത് കൂടുതലായി കാണപ്പെടുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ആത്മാർത്ഥമായി അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആരോഗ്യം ഉള്ളവർ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. എക്സസൈസോ അല്ലെങ്കിൽ ഡയറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ അങ്ങനെ തന്നെ തുടരുക. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷകരമായി ഒരു ജീവിതം നയിക്കുന്നതിനായി അവരുടെ സംസാരം നന്നാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈശ്വര പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാനും നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാനും സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുക, വീട്ടിലെപ്പോഴും ഈശ്വര നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഒരു ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനും പ്രശ്നങ്ങളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്തുവാനും പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. ജോലിയിലെല്ലാം നല്ലൊരു തടസ്സം കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും, അവിടുത്തെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ കൂടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ, ഈ ജോലി ചെയ്യുന്നവർ, അതായത് ഈ കെട്ടിട തൊഴിലാളികൾ, ഡ്രൈവിംഗ്, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. വർഷഫലത്തിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ പ്രണയിക്കുന്നവർക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ പ്രണയം വിജയത്തിലെത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൈപിടിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങളുടെ പ്രണയം ഈ ഒരു വർഷം എങ്ങനെയായാലും അത് സക്സസ് ആകുന്നു, വീട്ടുകാർ അംഗീകരിക്കുന്നു, നിങ്ങളുടെ വിവാഹം നടത്തുന്നു, അല്ലെങ്കിൽ അതൊരു നിശ്ചയം വരെ എത്തിച്ചേരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ ഈ ഒരു വർഷം നടന്നുകൊണ്ടേയിരിക്കും. പ്രണയിക്കുന്നവർക്ക് നല്ല നല്ല സന്തോഷപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അല്ലെങ്കിൽ പ്രണയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. എന്നാൽ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിന് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും, എത്ര വലിയ പ്രോബ്ലങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാലും അതെല്ലാം വളരെ നിസ്സാരമായി തന്നെ പരിഹരിക്കുവാനും
സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വലുതായി പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാകാതെ സന്തോഷകരമായി ജീവിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ആഡംബരമായ ജീവിതം മൂലം പ്രശ്നങ്ങൾ കൈവരിക്കാൻ സാധ്യത, അതായത് സാമ്പത്തികം വളരെ ആഡംബരം കാണിക്കുവാനായിട്ട് അനാവശ്യമായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതൊരു തടസ്സമായി നിൽക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നു. അതെല്ലാം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രഹസ്യ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. അത് മുഖാന്തരം ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് കാര്യമായാലും ശരി അതിന് ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ അത് പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിണക്കം മാറി, അതായത് അവരുടെ പിണക്കങ്ങളെല്ലാം മാറി അവരെല്ലാം നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പലരും സ്നേഹം നടിച്ച് നിങ്ങളുടെ ഇടയിൽ കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ വന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തെങ്കിലും മോശമായ അഭിപ്രായം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. അവരുമായി വീണ്ടും സൗഹൃദം വയ്ക്കാതിരിക്കുന്നതും വളരെ നല്ലത് തന്നെയായിരിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രത പാലിക്കുക. ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അതിലൂടെ, അതായത് ചെറിയ പണികൾ വരിക, അത് മുഖാന്തരം വലിയ രീതിയിലുള്ള ധനച്ചെലവുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് സന്താനങ്ങളുടെ ഉയർച്ച കാണുവാൻ സാധിക്കും. അവർക്ക് ജോലി ഉണ്ടാകുക, അവർക്ക് വിവാഹം നടക്കുക, അവർ സന്തോഷകരമായി ജീവിക്കുന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ ഒരു വർഷം കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേരുദോഷം എന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അപമാനിച്ചിരുന്നു, നിങ്ങൾക്കൊരു പറഞ്ഞുകൊണ്ട് നടന്നു എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തി തന്നെ മാറ്റിപ്പറയുന്ന ഒരു വർഷമാണിത്. നിങ്ങൾക്കുണ്ടാകുന്ന പേര് അല്ലെങ്കിൽ മോശമായ പേര് എല്ലാം മാറുകയും അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ല വ്യക്തികളാണ്, നല്ല ക്യാരക്ടറാണ്, നിങ്ങൾ പറഞ്ഞ മോശ വാക്കുകളെല്ലാം തിരിച്ചു പറയുന്ന ഒരു വർഷമാണ്. നിങ്ങൾ ആത്മാർത്ഥമായി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും. അവർ ഉദ്ദേശിക്കുന്ന അഡ്മിഷനിൽ കിട്ടുകയും വിദേശ രാജ്യങ്ങളിൽ പോയി വരെ പഠിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കലാ സാഹിത്യകാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെയാണ്. നേട്ടമുണ്ടാകും, ധനലാഭമുണ്ടാകും, അംഗീകാരങ്ങൾ ലഭിക്കും. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിലും അതൊന്നും നിലനിൽക്കില്ല. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. എന്നിരുന്നാലും ഈ ഒരു വർഷകാലഘട്ടം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകളെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. വർഷഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ധനനഷ്ടമുണ്ടാകുക, ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക, നിങ്ങളുടെ ശത്രുക്കൾ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള ചെറിയ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ ജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് എതിരെ നിൽക്കുന്നത് ആരായാലും വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പരാജയം വരുവാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്ക് ഇതിലെല്ലാം നിങ്ങൾക്ക് പരാജയം വരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. കടബാധ്യതയിൽ പെടാതെ നിങ്ങൾക്ക് കടം വാങ്ങാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്കത് പ്രശ്നത്തിലോട്ട് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. ഈ ഒരു വർഷക്കാലം വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യം തന്നെയാണ്. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. വാക് സാമർത്ഥ്യത്തിൽ മാത്രം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും വിജയിക്കുവാനും സാമ്പത്തികമായ നേട്ടമുണ്ടാകാനും സാധിക്കും. നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ നിങ്ങളുടെ കഴിവ് മുഖാന്തരം നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. ബിസിനസ് രംഗത്തായാലും ശരി, പ്രൈവറ്റ് ജോലി രംഗത്തായാലും ശരി, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും ശരി, കൂടെ നിൽക്കുന്നവർ ചതിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളെയും വിശ്വസിക്കാതെ നിങ്ങളുടെ കഴിവിൽ മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ മാത്രം വയ്ക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ സീക്രട്ടുകൾ, നിങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു രഹസ്യ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ വയ്ക്കുക. മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക.
ജോലി സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലായുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് തന്നെയാണ് ശത്രുക്കൾ കൂടുതലായി ഉള്ളത്. ഇവയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്യാവശ്യം തന്നെയാണ്. കൂടാതെ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും, ഒരുപാട് യാത്രകൾ ഈ ഒരു വർഷകാലഘട്ടം ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, മാനസികമായ സന്തോഷങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ഈ രാശിയിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതായത് അപവാദങ്ങൾ പറയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ രാശിയിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോഴോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ചിലവിലൂടെ നിങ്ങൾക്ക് മാനസികപരമായ ബുദ്ധിമുട്ട്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമായി കയറി ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക, അവർക്ക് സഹായിക്കാൻ പോവുക, ഇതെല്ലാം അവസാനം നമുക്ക്, അതായത് ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികപരമായും മാനസികപരമായിട്ടെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു കാലഘട്ടം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷകാലഘട്ടത്തിൽ നിങ്ങൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ പോവുക, ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയെ പൂജിക്കുക, വഴിപാട് അർപ്പിക്കുക, പുഷ്പാഞ്ജലിയെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വർഷഫലത്തിൽ മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് മാനസികപരമായ സന്തോഷം, ആഗ്രഹിച്ച കാര്യങ്ങളിൽ നേട്ടം, ഇതെല്ലാം ഉണ്ടാകുന്നൊരു വർഷം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നു, സ്വപ്നം കണ്ടൊരു ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഈശ്വര അനുഗ്രഹത്താൽ എല്ലാ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈ ഒരു വർഷം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് നെഗറ്റീവായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ നിയന്ത്രണം വയ്ക്കേണ്ടത് നല്ലതാണ്. ജാമ്യം നിൽക്കുക, മധ്യസ്ഥത പറയുക, ഈ കോടതി കാര്യങ്ങൾ, കൂടാതെ മറ്റു വഴക്കുകൾ, ഇതിലെല്ലാം കയറി ഇടപെടുകയും അല്ലെങ്കിൽ ഇതിൽ കയറി നമ്മളുടെ ഒരു സാന്നിധ്യം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. ധനം നൽകേണ്ട ഒരു കരാറുകൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ഇങ്ങനെ ഒരു കരാറുകൾ എല്ലാം നിങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ അതൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിലായിരിക്കണം ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവസാനം വരെ പോകുമ്പോൾ ചെറിയൊരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ വിജയത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു തടസ്സം വരുമ്പോൾ അവിടെ വെച്ച് ഉപേക്ഷിക്കാതെ ആ കാര്യം വിജയിക്കണം എന്ന് കരുതി വീണ്ടും പ്രവർത്തിക്കാത്ത തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കർമ്മരംഗത്ത് സ്ഥാനമാറ്റം, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കും സ്ഥാനമാറ്റം കിട്ടുന്നത്. സ്ഥലം മാറുന്നതോടുകൂടി നമുക്ക് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് ജോലി സംബന്ധമായി വളരെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ക്രമേണ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുകയും, അതായത് ക്ഷേത്ര ദർശനം നടത്തുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ സഹായിക്കുക, ജോലി സംബന്ധമായി നമ്മുടെ കീഴുദ്യോഗസ്ഥരെ സഹായിക്കുക, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അലർജി, ത്വക്ക് രോഗം, കൂടാതെ ആസ്മ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നെഗറ്റീവായ ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ മതി, കുഴപ്പമില്ല. പ്രതീക്ഷിച്ച
രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിനൊരു ധൈര്യക്കുറവ് കാണുന്നുണ്ട്. ആത്മാർത്ഥമായി നിങ്ങളെ തന്നെ വിശ്വസിച്ച് എന്ത് കാര്യം ചെയ്താലും അതിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വർഷത്തിൽ നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, സർപ്പദൈവങ്ങളെ പൂജിക്കുക, അഭിഷേകത്തിന് കൊടുക്കുക, കൂടാതെ നിങ്ങൾ അഭിഷേകം നടത്തുക, വഴിപാട് നടത്തുക, നൂറുമാല നടത്തുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷകരമായി ഈ ഒരു വർഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വർഷഫലത്തിൽ കുംഭൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ വ്യക്തികൾക്ക് വീട്ടിന് വേണ്ടി, അതായത് നിങ്ങൾ താമസിക്കുന്ന വീടിന് വേണ്ടി ധനം ചിലവാക്കേണ്ട സമയം തന്നെയാണ്. നിങ്ങൾ വീട്ടിനാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ വീട് മെയിൻ്റെനൻസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ ആ വീട് വച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ധനം ചിലവാകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗൃഹത്തിന് വേണ്ടി ധനം ചിലവാക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങുവാൻ സാധ്യത വളരെ കൂടുതലാണ്. വീട് വയ്ക്കുവാൻ സാധ്യതയുണ്ട്. വീട് മെയിൻ്റെനൻസ് ചെയ്യുവാൻ സാധിക്കും. അതിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വീടിനുള്ളിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. സമൂഹത്തിൽ ആദരവ്, അതായത് അംഗീകാരവും ബഹുമാനവും എല്ലാം ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു. ധനപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നു. ആരോഗ്യം മെച്ചപ്പെടുന്നു. കച്ചവടത്തിലും ബിസിനസ് കച്ചവടം, പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇതിലെല്ലാം ധനലാഭം ഉണ്ടാകുന്നു. എന്നാൽ ഇതിനെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ധനപരമായി നല്ലൊരു നേട്ടം ഉണ്ടാകുവാൻ സാധിക്കുന്നു. വിദേശ യാത്രയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ചെറിയ തടസ്സങ്ങൾ, നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടേയിരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടം ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്ന വർഷമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹ നേട്ടം, അതായത് വിവാഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ തന്നെ കഴിക്കുവാനും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നം കണ്ട രീതിയിലുള്ളൊരു ജീവിത പങ്കാളി ലഭിക്കുവാനും എല്ലാം സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വീട്ടിൽ ധാരാളം അതിഥികൾ ഈ ഒരു വർഷകാലഘട്ടം വരികയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. കൂടാതെ നിങ്ങൾ ആരെ തന്നെ, അത് വീട്ടിനുള്ളിൽ വരുന്ന വ്യക്തികളായാലും ശരി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇവരിൽ നിന്നുമെല്ലാം ചെറിയ രീതിയിലുള്ള ചതി പറ്റുവാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാവരെയും പൂർണ്ണമായും വിശ്വസിക്കാതെ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. കൂടെ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കുക. സർക്കാരിൽ നിന്നുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചെല്ലാം മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും. വർഷഫലത്തിൽ മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് സഹോദരനിൽ നിന്നുള്ള ഒരു സഹായം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ സഹോദരൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരന് വേണ്ടി നിങ്ങൾക്കും ധനം ചെലവാക്കേണ്ട ഒരു സമയം തന്നെയായിരിക്കും. സഹോദരനുമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും സന്തോഷകരമായി ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളിലും സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. അകന്നു നിൽക്കുന്ന സഹോദരനോ അല്ലെങ്കിൽ ബന്ധുക്കളോ എന്നിവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അടുത്തെത്തുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സന്താനങ്ങളെ കൊണ്ട് ദുഃഖം വരാതെ സൂക്ഷിക്കുക. കാരണം അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലും സാമ്പത്തികപരമായി വിവാഹ സംബന്ധമായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ദുഃഖമുണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ വളർച്ചയും അവരുടെ ഉയർച്ചയും എല്ലാം. അതിൽ നിന്നുമെല്ലാം വ്യതിചലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നല്ലതായിരിക്കും. സമയം ചെറിയ മോശമാണ്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നല്ല രീതിയിലല്ല സമയം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കേസുകളും വഴക്കുകളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുവാൻ സാധ്യതയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറുവാനുള്ള യോഗം എല്ലാം ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, പിന്നെ കോടതി ഇതെല്ലാം കയറുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. എന്ത് കാര്യത്തിനിറങ്ങിയാലും വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. പ്രശ്നങ്ങൾ
രമ്യമായി ഒതുക്കി തീർക്കുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നത് ആദ്യം നിർത്തുക. ഈ ജാമ്യം നിൽക്കുക, അവരുടെ കേസുകൾക്ക് കൂടെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഈ വാഗ്ദാനങ്ങൾ നൽകാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾ നൽകുന്ന ഒരു വാക്ക്, ആ വാക്കിലാണ് മറ്റുള്ളവരുടെ ജീവിതം, പ്രതീക്ഷ, മറ്റുള്ളവരുടെ ആ ഒരു സ്വപ്നമെല്ലാം നിങ്ങൾ നൽകുന്ന ഒരു വാക്കിലായിരിക്കും. അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനാവശ്യമായ വാക്ക് കൊടുക്കാതിരിക്കുക, ഏറ്റവും നല്ലതായിരിക്കും. ധൂർത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ചിലവ് കാണുന്നുണ്ട്, അനാവശ്യമായ ചിലവാണ്, അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ക്ഷമയോടുകൂടി എന്ത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ക്ഷമയോടുകൂടി ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്താൽ അതിൽ വിജയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ജീവിത പങ്കാളിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഒരു വർഷത്തിൽ മാറിക്കിട്ടുകയും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയും ചെയ്യും. കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കുക. നിങ്ങൾ അതീവ ജാഗ്രതയായിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. കാരണം ഈശ്വര അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളെ വഞ്ചിക്കുവാനും ചതിക്കുവാനും എല്ലാം സാധ്യതയുണ്ട്. എന്നാൽ ഈശ്വര അനുഗ്രഹത്താൽ അതിനൊരു പ്രശ്നവും വരാതെ വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ വാഹനം ഓടിക്കുമ്പോൾ, ദൂരെ യാത്ര ചെയ്യുമ്പോൾ എല്ലാം സൂക്ഷിക്കുക. കൂടാതെ ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തി, ഇങ്ങനെ വാഹന സംബന്ധമായ രീതിയിൽ ജോലി ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ സൂക്ഷിക്കുക. കൂടാതെ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവർക്കും ചില നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പ്രതീക്ഷിക്കുന്നത്ര നേട്ടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കില്ല. മറ്റ് ഈ കെട്ടിട തൊഴിലാളികൾ, അങ്ങനത്തെ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലികൾ ലഭിക്കുവാനും നല്ല വരുമാനം വരുവാനും സാധ്യതയുണ്ട്. പക്ഷേ ചിലവ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആയിരിക്കും. അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഈ ഒരു വർഷം മാറ്റം ഉണ്ടാകാൻ വേണ്ടി കുടുംബദേവതയുണ്ട്, കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പൂജ, പുഷ്പാഞ്ജലി, നിങ്ങൾക്കൊണ്ട് കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബക്ഷേത്രം, പരദേവതാ ക്ഷേത്രം, നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രം, നിങ്ങളുടെ ഗ്രാമദേവത, നിങ്ങൾ താമസിക്കുന്നിടത്ത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണ്, അവിടുത്തെ ഈശ്വരൻ ആരാണോ അവർക്ക് അതിൻ്റെതായ രീതിയിൽ വഴിപാടും പൂജകളും എല്ലാം നടത്തി മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും.